ഇന്ന് നമ്മൾ അരയ്ക്കാൻ പോണത് ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും മാങ്ങ ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അങ്ങനെയൊക്കെ അല്ലേ അരയ്ക്കണം. ഇന്ന് നമുക്ക് പുളിഞ്ചിക്ക വെച്ചൊരു ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ: കരിയേപ്പില, നല്ല പഴുത്ത കാന്താരി മുളക്, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, പിന്നെ പുളിഞ്ചിക്ക, ഉപ്പ്, തേങ്ങ, ഒരു കഷ്ണം വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് അരപ്പ് തുടങ്ങാം. ആദ്യം തന്നെ പച്ചമുളക്, അതിൻ്റെ മണ്ടയിൽ ഉപ്പ് വയ്ക്കണം. എന്ന് വെച്ചാൽ നല്ലപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. കൊച്ചുള്ളി, വെളുത്തുള്ളി, പുളിഞ്ചിക്ക വെച്ച് എനിക്ക് കാല് നീട്ടിയിരിക്കണതാണ് ഏതും. കാല് മടക്കിയിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ആണ് കാല് നീട്ടി ഇങ്ങനെ ഇരിക്കണം. നല്ല അടിപൊളി ചമ്മന്തിയാണത്. കഞ്ഞീരൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. കഞ്ഞീരൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. ഇനി നമ്മൾ തേങ്ങ വയ്ക്കുകയാണേ. നമ്മൾ അവസാനമായിട്ട് കരിയേപ്പില വയ്ക്കുകയാണ്. കരിയേപ്പിലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അരച്ച്, കരിയേപ്പില ഒരുപാട് അങ്ങ് അരയില്ല, അല്ലാതെ ഒന്ന് ഉടച്ച് എടുക്കുകയാണ് ചെയ്യണം. പിന്നെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഈ ചമ്മന്തി വീട്ടിലൊന്ന് അരച്ച് നോക്കണം. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഇതിൽ ചേർത്തേക്കുന്ന കാന്താരി മുളകാണ്. പുളിഞ്ചിക്ക കൊളസ്ട്രോളിനും എല്ലാത്തിനും നല്ല ഒരു സാധനമാണ് ഈ പുളിഞ്ചിക്ക എന്ന് പറയുന്നത്. ചമ്മന്തി ഇത് വെച്ച് ചമ്മന്തി അരയ്ക്കുമ്പോൾ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. എല്ലാം കൊണ്ടും നല്ലൊരു ചമ്മന്തിയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് വീട്ടിൽ അരച്ച് കഴിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളായിരുന്നു കൂടെ, അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിഞ്ചിക്ക ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതൽ തേങ്ങ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് പുളിഞ്ചിക്ക നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ അരച്ചതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളി ചമ്മന്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ചമ്മന്തി കഴിച്ചിട്ടില്ല. നല്ല അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ അരയ്ക്കാൻ അറിയാവുള്ളൂ. നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം.